പക്ഷെ ഇവിടെ വൃത്തികെട്ട ഇത് പ്രശ്നമുണ്ട്. ഇങ്ങോട്ട് തലയിട്ടുകൊണ്ടേയിരിക്കും. നോക്കാൻ പാടില്ലല്ലോ. ക്യാമറമാനൊക്കെ വെള്ളം മന്തിയുടെ കൂടെ കോക്ക് കുടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോംബോ ആണ്. ഇത് എല്ലാരും ചെയ്യുന്ന കാര്യമാണ്. എന്നോട് ചോദിക്കും ഞാൻ സമ്മതിക്കൊന്നുമില്ല. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പൊ നമ്മള് ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ എന്ത് ചലഞ്ച് ആണെന്നുള്ള ഐഡിയ ഉണ്ട് രാമൂട്ടാ? അത് വലിയ സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെലിപ്പതി ചലഞ്ച്. അതൊന്നുമല്ല. എന്താണെന്നറിയോ ടെലിപ്പതി ചലഞ്ച്? നല്ല ആളോടാ. ടെലിപ്പതി ചലഞ്ച് ഇപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ രാമൂട്ടൻ ചൂസ് ചെയ്യണം, രാമൂട്ടിന് ഇഷ്ടപ്പെട്ടത് ഞാൻ ചൂസ് ചെയ്യും. ഇപ്പൊ നമുക്ക് ഡിഫറെന്റ് ചോയ്സസ് കണ്ടില്ലേ, ഇവിടെ നമ്മൾ ലേസ് ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്കിഷ്ടമുള്ളത് രാമൂട്ടൻ പറയണം, അല്ലെങ്കിൽ രാമൂട്ടിന് ഇഷ്ടമുള്ള ഞാൻ പറയും. ഓക്കെ ഓക്കെ. രാമൂട്ടൻ തോക്കുമായിരിക്കും. അതുകൊണ്ട് രാമൂട്ടൻ തോക്കാൻ വേണ്ടിയിട്ട് തന്നെ രാമൂട്ടിന് പനിഷ്മെന്റ് കൊടുക്കാൻ ഞാൻ ഇവിടെ ചില്ലി, നമ്മുടെ പച്ചമുളക് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും പച്ചമുളക് ചിലപ്പോൾ രാമൂട്ടൻ തിന്നറിയും. കാരണം രാമൂട്ടിന് വലിയ ഐഡിയ ഒന്നുമില്ല എനിക്ക് ഇതിലുള്ള. കാണിച്ചുതരാം. അപ്പൊ നോക്കാം. അപ്പൊ തെറ്റുത്തരം പറയുന്ന ആള് ഇത് കഴിച്ചു തിന്നണം. ശരി ഉത്തരം പറയുന്ന ആൾക്ക് ഇത് പൊട്ടിച്ചു തിന്നാം. അത്ര പറഞ്ഞുള്ളൂ. ക്ലൂ ഇത് 3 വെച്ചേക്കണം. ഇതിന് ചൂസ് ചെയ്യാനുള്ളതാണ് ക്ലൂ. അത്ര ക്ലൂ. സോ ഗൈസ്, അവിടെ വെക്കാനുണ്ട്. സോ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ നമ്മുടെ ടെലിപ്പതി ചലഞ്ചിൽ ഫസ്റ്റ് നമ്മളിവിടെ വെച്ചേക്കുന്നത് ലേസ് ആണ്. 3 ആയിട്ടില്ലെന്നാ ഇവിടെ കള്ളത്തരം കളിക്കരുത്. സെയിം തന്നെയാണ്. പച്ച, മഞ്ഞ, ഇങ്ങോട്ടേക്ക് നോക്കലി. കള്ളത്തരം കളിക്കൂ. ഈ മറ എന്തിനാന്നറിയോ? ഇങ്ങോട്ടേക്ക് നോക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങോട്ട് തലയിട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ഗൈസ്, അപ്പൊ ഞാൻ രാമൂട്ടിന് ഇഷ്ടമുള്ളത് ഞാൻ ചൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് പച്ച ലേസ് ഉണ്ട്, മഞ്ഞ ലേസ് ഉണ്ട്, റെഡ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതിന് ചൂസ് ചെയ്യാൻ പോവാണ്. ചോപ്പ് അത് മതി, എല്ലാം വേണ്ട. ഓക്കെ. അപ്പൊ ഞാൻ ഇതിൽ ചൂസ് ചെയ്യാൻ പോവാണ് ഗൈസ്. രാമൂട്ടന് ഇഷ്ടപ്പെട്ട. നീ കള്ളത്തരം പറയരുത് കേട്ടോ. ഓക്കെ, ഞാൻ ഇങ്ങനെ കാണിക്കാം. ഇതിൽ ഏതാ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ഇങ്ങനെ കാണിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും കാണൂലല്ലോ. ഓക്കെ അല്ലേ? റെഡി 1 2 3 പറയണേ. റെഡി 1 2 3 ഗോ. എടുത്താ? ഞാൻ തൊട്ട്. സോ രാമൂട്ടിന് ഇഷ്ടപ്പെട്ട ലേസ് പൊക്കി കാണിക്കാം. നമുക്ക് പൊക്കി കാണിക്കാം. മനസ്സിലാവും. ഇവിടെ ഒട്ടിച്ചൊക്കെ വെച്ചേക്കാം. എനിക്ക് പച്ച ഇഷ്ടം. പച്ച ലേസാ ഇഷ്ടം. പച്ച ലേസ് ഒരു ക്രീമി ഒണിയൻ അല്ലേ? അതെ, എനിക്കത് ഇഷ്ടം. തിന്ന്. സ്പൈസി ആയിട്ടുള്ളല്ലേ ഇഷ്ടം? അല്ല, എനിക്കിതാ ഇഷ്ടം. പച്ച ഇഷ്ടം. ഇത് കളറുണ്ട്. പച്ച തിന്ന്. ചെറുതെടുത്തടി നീ. അല്ല, അടുത്തതില് നിന്റെ ഏതാ ഇഷ്ടം ഞാൻ പറയണോ? വേണ്ടല്ലോ. അങ്ങനെയാണ്. അടുത്ത ഫുഡ് എടുത്താ പോരെ? അടുത്ത ഫുഡ് എടുത്താ മതി. തിന്നണം. ഓരോ വർത്താനവും ഇല്ല. തിന്ന്. ചെറിയ ഫുള്ള് തിന്നണം. ഇറക്കി. ഓക്കെ. അപ്പോ ലേസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഫുഡ് വരട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തത് അതാ ബിസ്ക്കറ്റ്. രാമൂട്ടൻ ഇനി മുളക് തിന്നാൻ പോവാണ് ഗൈസ്. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് ബിസ്ക്കറ്റ് ആണ്. ഇവിടെ നമ്മുടെ ലിറ്റിൽ ഹാർട്ട്സ് ഉണ്ട്, മിൽക്കി ബിക്കീസ് ഉണ്ട്, നമ്മുടെ ഒറിയോ ഉണ്ട്. ഇനി രാമൂട്ടനാണ് പറയേണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് ഏതാണെന്ന്. ക്ലൂ ഇല്ല. ഞാൻ ഒരുമിച്ചാണ്. ഓക്കെ. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പ്രശ്നമുണ്ട് ആക്ച്വലി. ഈ മൂന്നിനും ഓരോ കഥ പറയാൻ. 3 ഓരോ കഥയിലെ ഐറ്റംസ് ആണ്. അതുകൊണ്ട് ഇവളെ ഏത് ചൂസ് ചെയ്യുന്നില്ല ഭയങ്കര പ്രശ്നം. നോക്കാൻ പാടില്ല. നോക്കിയിട്ടില്ലല്ലോ.
ഇതൊക്കെ വെച്ചേക്കണ കണ്ടില്ല ഈ സെറ്റപ്പ് ഒക്കെ പിന്നെ എന്തിനു ചെയ്താണ് ഇങ്ങോട്ട് നോക്കല്ലേ അതിന് ഒളിഞ്ഞു നോക്കുന്ന വേറെ സുഖമുള്ള കാര്യല്ലേ ഇത്. റെഡി 3, 2, 1 go. ഏതെടുത്തേക്കണേ രാമുണ്ണ ഏതെടുത്തേക്കുന്നേ നോക്കട്ടെ പൊക്കി കാണിച്ചേ ഞാൻ അത്ര കാരണമല്ല. നോക്ക് കാണിക്ക്. നീ ചിലപ്പോ കള്ളത്തിലാണ്. നീ കാണിക്ക്. 3, 2, 1 കറക്റ്റല്ലേ കാണിച്ച? കറക്റ്റാ. എനിക്ക് എന്റെ കണ്ണും മൂക്കും ബിസ്ക്കറ്റ് ആണ് എനിക്ക് ഇഷ്ടം. എന്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് ആണ്. ഇതിങ്ങനെ പൊളിച്ച് കഴിക്കാന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ഇതിലെ ക്രീം നല്ല ടേസ്റ്റ് അല്ലേ ഇതിന്റെ ക്രീം. ഇതിങ്ങനെ എടുത്തിട്ട് ക്രീം ഇങ്ങനെ തുറന്നു തരുവാ. ഇതിന്റെ സ്ഥിരം ട്രിക്കാ. ഇവിടെ എപ്പിതാ പരിപാടി തന്നിട്ട് കണ്ണു. ഇതിന്റെ ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ക്യാമറമാനൊക്കെ വെള്ളം So my favorite biscuit is Milk Bikis. കണ്ണും മൂക്കും ബിസ്ക്കറ്റ്. കണ്ണും മൂക്കും ലിറ്റിൽ ഹാർട്സിന് നമ്മളെ ലൈഫിൽ ഭയങ്കര. ശരിയാണ്. നമ്മൾ ട്രെയിനിലാണല്ലോ എപ്പോഴും കോയമ്പത്തൂർക്ക് ട്രാവൽ ചെയ്യുന്നത്. കറക്റ്റ് നമ്മൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് മിക്കപ്പോഴും വാങ്ങിക്കാറുള്ള ഒരു സ്നാക്സ് ആണ് ലിറ്റിൽ ഹാർട്സ്. അതുകൊണ്ട് നമുക്ക് അതായിട്ടൊരു ബന്ധമുണ്ട്. പക്ഷെ എന്റെ ഫേവറേറ്റ് എന്നാലും കണ്ണും മൂക്കും ബിസ്ക്കറ്റാണ്. നമ്മുടെ രക്ഷപ്പെട്ട് എന്നാലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിറ്റിൽ ഹാർട്സ്. ഓക്കെ നെക്സ്റ്റ് ഇതില് രാമൂട്ടന് ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് പോകട്ടെ. ഓക്കെ 3, 2, 1 ഗോ. എന്ന് മുതൽ നിനക്ക് മിൽക്ക് ഷേക്ക് ഇഷ്ടം? നീ ചുമ്മാ പറയണല്ലേ? നിനക്ക് കൊക്കക്കോളയല്ലേ ഇഷ്ടം അല്ലേ? മിൽക്ക് ഷേക്ക് അല്ല, അവന് കോക്കാണ് ഇഷ്ടം. എനിക്കറിയാം. ഇത് പിന്നെ എനിക്ക് ഈസി ആയിട്ട് തോന്നി. നമുക്ക് രണ്ടാൾക്ക് കോക്ക ഇഷ്ടം. മന്തിയുടെ കൂടെ കോക്ക് കുടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോംബോ ആണ്. മന്തി രാമോണ്ട് ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മന്തി വിത്ത് കോക്ക്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം. അത് മാത്രല്ല ലേസ്. എനിക്ക് നീല ലേസ് ആണ് ഇഷ്ടം. പച്ച ലേസ് ആണോ നീല ലേസ് ആണോ? അടിപൊളി നീല ലേസ്. അതിപ്പോ ചോദിക്കാണ്ടേ വേണ്ട. അപ്പോൾ കോക്കാണ് രാമോണ്ടിന് ഇഷ്ടം. അപ്പൊ ഗൈസ് അടുത്തത് ചോക്ലേറ്റ്സ് ആണ്. ഇത് രാമോണ്ടിന് എനിക്ക് ഇഷ്ടമുള്ളതാണ് പറയേണ്ടത്. ഓക്കെ അപ്പൊ ഇത് ഗാലക്സി ഉണ്ട്, ഡയറി മിൽക്ക് ഉണ്ട്, 5 സ്റ്റാർ ഉണ്ട്. ഓക്കെ എങ്ങനെ അപ്പൊ കണ്ടല്ലോ ഏതാന്ന്. ഇതിൽ എന്റെ ഫേവറേറ്റ് ഏതാന്ന് പിക്ക് ചെയ്യും. കണ്ണ് മൂട്ടിട്ട് ഞാൻ പറയും. എന്താ കണ്ണ് മൂട്ടിട്ട് എന്താ പറഞ്ഞ? എന്റെ ഫേവറേറ്റ് മിഠായിയാണ് ഗാലക്സി. ഡയറി മിൽക്ക് പോലും എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇപ്പൊ ഡയറി മിൽക്ക് ഇങ്ങനെ തന്നാൽ പോലും ഞാൻ ഗാലക്സിയെ പറയുള്ളൂ. ഐ ലവ് ഗാലക്സി. പക്ഷെ ഇവനില്ലേ, ഇവൻ വൃത്തികെട്ട. ഇവൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവൻ എന്റെ ദൈവമേ, ഇവന്റെ പണി എന്താണെന്നറിയോ? പ്രോജക്റ്റ് എല്ലാം അസൈൻമെന്റ്സ് എല്ലാം എല്ലാ പെൺപിള്ളേർക്കും കൂടെ ഈ ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് എഴുതിപ്പിക്കുക. ഇതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി. ഇത് എല്ലാരും ചെയ്യുന്ന കാര്യമാണ്. എന്നോട് ചോദിക്കും എനിക്കൊന്ന് എഴുതി തരുമോ? ഞാടാന്ന് പറഞ്ഞാ ഞാൻ സമ്മതിക്കൊന്നുമില്ല. ഞാൻ പഠിക്കുന്ന കുട്ടിയാണ്. എന്റെ കാര്യങ്ങൾ നോക്കാനേ എനിക്ക് സമയമില്ല. എന്നിട്ട് എനിക്ക് ഡയറി മിൽക്ക് പരിപാടി എന്താന്ന് അറിയോ? ഇവള് കണ്ണും കൈയും കാണിച്ച് പാവ ആമ്പിള്ളേരെ പറ്റിച്ചിട്ട് അവന്മാരെ കൊണ്ട് പ്രിന്റ് എടുപ്പിച്ചിട്ട്. പക്ഷെ എന്നാ പോലും ഇതുപോലെ ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ ആരെ കൊണ്ട് എഴുതിച്ചിട്ടില്ല. നീ എഴുതി കൊടുത്തിട്ടില്ല? 1ാം ക്ലാസ് മുതലേ ഇതാ പരിപാടി. അതാണ് ആരാ ചെയ്യത്തില്ലേ? എല്ലാരും ചെയ്യുന്നത്. ശരി, ഇവരെന്റെ അടുത്ത് ഡയറി മിൽക്ക് മേടിച്ചാരാ എഴുതി തരുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഡയറി മിൽക്ക് മേടിച്ച് കൊടുത്തു കണ്ടിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. ആർക്ക്? അവളുടെ പേരെന്തായിരുന്നു? അവക്ക് പേരില്ല. എനിക്കറിയാം. മറ്റേ കോയമ്പത്തൂരുള്ളത്. കോയമ്പത്തൂർ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. അയ്യോളുടെ പേര് ഞാൻ മറന്നുപോയി. നീ പറയുന്ന ദിവസം
ഇല്ല പേര് പറയാനും പറ്റില്ലല്ലോ. എന്താ ചുമ്മാ ഞാൻ മേടിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് പേരറിയാം, നമ്മുടെ ബാച്ചിലുണ്ടായ ഒരു കൊച്ചാണ്. ഒരാൾക്ക് പോലും ഞാൻ മേടിച്ചു കൊടുത്തിട്ടില്ല. 1ാം ക്ലാസ് മുതൽ ഞാൻ തുടങ്ങിയതാ ഈ പരിപാടി. അപ്പൊ ഇവ വിചാരിച്ചേ ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ട് ഞാൻ എഴുതി കൊടുക്കുന്നു. ഞാൻ എഴുതി കൊടുത്തില്ല, എനിക്ക് ഗാലക്സി കിട്ടിയാലേ ഞാൻ എഴുതി കൊടുക്കുള്ളൂ. പക്ഷെ ഗാലക്സിയുടെ അറിവിന് അറിയില്ലായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പം ഗാലക്സി പൊട്ടിക്കാല്ലേ. ഇതിലെത്ര ഗാലക്സി ഫാൻസ് ഉണ്ട്? ഗാലക്സി ഫാൻസ് മാത്രമേ ഉള്ളൂ. ഡയറി മിൽക്ക് ആണോ ഗാലക്സി? ഡൗട്ടിന്റെ ആവശ്യമില്ല. ഒന്ന് തരുമോ? ഇല്ല അല്ല ഇത്രയും പറഞ്ഞല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് അടുത്തതും അവസാനത്തുമായിട്ടുള്ള ഐറ്റം വെച്ചിരിക്കുകയാണ്. ഇതിൽ ആരാ ജയിച്ചിപ്പോ? ഇതില് ഇപ്പൊ ഇത്രയും ഇതൊക്കെ രാമുണ്ണാണ് ഒരു പോയിന്റിന്, ഒരൊറ്റ പോയിന്റിന്. അതും തോറ്റോ? ഇതിപ്പോ കണ്ടോ? അയ്യോ ഇതില് നീ ഓ ശരിയാണ്, തോറ്റ് കഴിഞ്ഞാൽ നീ ഓട്ടിക്കോ. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പൊ ഓറഞ്ച് ഉണ്ട്, മാംഗോ ഉണ്ട്, ആപ്പിൾ ഉണ്ട്. ഇതില് രാമുന്റെ ഫേവറേറ്റ് അല്ലേ? എളുപ്പം അറിയാം. 3, 2, 1 go. ഭയങ്കര മാമ്പഴ പുളിശ്ശേരിയുടെ പ്രാന്തനാണ്. മാങ്ങ കൊടുത്ത് എന്ത് കൊടുത്താലും കഴിച്ചോളും. വെറുതെ ചോറ് കൊടുത്തിട്ട് മാങ്ങ അത് കഴിച്ചു തുടങ്ങിയ വെറുതെ മാങ്ങ കൊടുത്തു കഴിഞ്ഞാൽ അതെന്ന് കഴിച്ചോളും. സോ രാമുന്റെ ഫേവറേറ്റ് ഈസ് മാങ്ങ. ഐ നോ. നീ തോറ്റു. എന്റെ വായിൽ വെള്ളം നീ തോറ്റു. ടേസ്റ്റ് ഉണ്ടാ നോക്കട്ടെ. മറ്റേത് പിന്നെ തോറ്റൊന്നും എനിക്കില്ല. തോറ്റിട്ടൊന്നുമില്ല. തോറ്റില്ല. ഒരു ലേസ് മീന് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ലേസ് ഏതാ? പച്ചയാണ്. നോ 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 നോ, നീലയാണ്. ഈ 3 ഏറ്റവും കൂടുതൽ പച്ചയാണ്. ഈ 3 ഓക്കെ, പക്ഷെ കൂട്ടത്തില് കൊമ്പനില്ല ഗൈസ്. ഓറഞ്ചിന്റെ ഇഷ്ടം പോലെ ഫ്ലേവേഴ്സ് ഉണ്ട്. പക്ഷെ ബ്ലൂ ആണ് മോസ്റ്റ്ലി എല്ലാവരുടെയും ഫേവറേറ്റ്. ഒന്ന് കമന്റ് ഇട്ടോ. എല്ലാരും കമന്റ് ഇട്ടോ. എല്ലാരും ബ്ലൂ ലേസ് ആർവി കമന്റ് ഡൗൺ ബിലോ. അത് ഫോണ് എനിക്ക് വെച്ചിരി. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ടെലിപ്പതി ചാലഞ്ചില് രാമുട്ടൻ തോറ്റു പോയിരിക്കുകയാണ് ഗൈസ്. ഒരു തവണ നമുക്ക് ഒരൊറ്റ പച്ചമുളകിന്റെ വന്നോളൂ. നിന്റെ പച്ചപ്പറങ്ങി വീഴ്ത്തി. ഓക്കെ